ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു അടിപൊളി പഴുത്ത മാങ്ങ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല പഴുത്ത മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്കും കിട്ടി കുറച്ച് മാങ്ങ. അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്നൊരു പഴുത്ത മാങ്ങ കറി വെച്ചാലോന്ന്. അപ്പോൾ ഞാൻ എളുപ്പം താമസിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് പോവുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് പച്ചമുളക് കീറിയിട്ടു. ഇപ്പോൾ ഞാനിട്ടത് ശർക്കരയാണ് ഒരു പീസ്. ആ ശർക്കരയും ഒരിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിനോടൊപ്പം തന്നെ ഉപ്പ് കൂടി ചേർക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് തേങ്ങ തിരുങ്ങിയതും അതിനോടൊപ്പം തന്നെ നല്ല ജീരകവും ഒരു അല്ലി വെളുത്തുള്ളി ഇതിനകത്തിലുണ്ട്. ഞാൻ അരിഞ്ഞിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം മാങ്ങയിലേക്ക് നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാ വെന്തുകൊണ്ടിരിക്കുന്ന ആ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിച്ചിട്ട് കുളമാക്കി കളയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടാണ് നല്ല അടിപൊളി തൈര് എടുത്ത് വെച്ചുള്ള കട്ട തൈരാണ് കേട്ടോ. ഇത് ഞാൻ ഉറയൊഴിച്ച് തൈരാണ് കേട്ടോ. ചിലർ ഉറയൊഴിച്ചാൽ ഉറ നന്നായി കൂടില്ല എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഞാൻ ഉറയൊഴിച്ചാൽ പെട്ടെന്ന് ഉറ കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കട്ട തൈര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തൈര് ഉടച്ചതിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും മാങ്ങയും ആ ഒരു അരപ്പും ഒക്കെ ആയിട്ട് നന്നായി ചേർന്ന് നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൈര് ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അത് ചേർക്കുക എന്നുള്ളതാണ്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിമ്മിലിട്ടിട്ട് വേണം മാത്രം നമ്മളിത് ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. സിമ്മിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റൊക്കെ അങ്ങ് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മോരൊക്കെ ഒഴിച്ച് തൈര് ഉടച്ചെടുത്ത് മോരാക്കി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ചൂടായില്ല എന്നുണ്ടെങ്കിൽ കുറേ ദിവസമൊക്കെ 2 ദിവസമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പഴുത്ത മാങ്ങയുടെ കറിയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒരിത്തിരി ശർക്കര ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ശർക്കര ചേർത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പഴുത്ത മാങ്ങ ഈ ഒരു കൊഴുപ്പിൽ വേണം നമുക്ക് ആ ഒരു മാങ്ങ കറി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ചീത്തയാക്കി കളയരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ആ ഒരു അളവിനനുസരിച്ച് മാത്രം ചേർക്കുക. ഇനി ഇതിനേക്ക് നമ്മൾ കടുക് വറുക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണല്ലോ. അപ്പോൾ അതിന് ഞാൻ പാനെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. 2-3 ഉലുവയും കൂടി പൊട്ടിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ പഴുത്തമാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിപ്പോൾ ഞാൻ അരിഞ്ഞ് വന്ന് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് അയ്യോ ഇത്തിരി കൂടിപ്പോലെന്ന്. പക്ഷേ മുഴുവനും ഞാനങ്ങ് ചേർത്ത് കേട്ടോ. അപ്പോൾ ഇതിനകത്തിലേക്ക് ഒരുപാട് ഉള്ളിയും ആ ഒരു മുളകും ആ ഒരു കറിവേപ്പിലയും ഒക്കെ കിടക്കുന്ന കാണാനൊരു നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം പഴുത്ത മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിലും മാങ്ങ കാണും. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വേറെ ഒരു കറിയും വേണ്ട. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ശർക്കര ഇട്ടെന്ന് വിചാരിച്ച് മധുരമൊന്നും ഇല്ല. അതേപോലെ തന്നെ ആ ഒരു മാങ്ങയുടെ പുളിയും ആ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ ശർക്കര ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാവുന്നവർക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം. ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ അറിയാവുന്നവർ ഒരുപാട് പേര് കാണും. ഞാൻ ചെയ്യുന്ന എൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ നമ്മുടെ പഴുത്തമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ എപ്പോൾ പഴുത്തമാങ്ങ കിട്ടിയാലും ഇങ്ങനെ കറി വെക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. ഓക്കെ, താങ്ക് യു.